പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 6:45 വചനങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗങ്ങളുടെ ബാക്കിയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഭയങ്കര രസമാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കണ്ടാ, എന്തൊരു ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി സുവിശേഷ വരെ ചെയ്യത്തില്ലേ. അപ്പം നമ്മളെ സ്ഥിരം സഹായിക്കണ ഓരോ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവേ. അപ്പം അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ പോയി മറയണ വരെ. അപ്പം കർത്താവ് ഇവരെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ. അപ്പം യാത്ര പറയുന്ന ഒരു മാനുഷികതയാണത്. ശരിക്കും യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി.
വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന്. ഇതാണ് രസം. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാകുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ, നമ്മളെന്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാലും. ഇങ്ങനെ കുറേ പിശാചുക്കളുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അത് പ്രാർത്ഥിക്കാതിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല, വരമില്ല. പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല. പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? വെടിപ്പും മെനയല്ലാത്ത ജീവിതം കാരണം പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത്. എന്താണ് പറയണത്? നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലോ. അങ്ങനെയല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്താണ്? അവർ വഞ്ചി കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം. അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം. അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിയണമുണ്ട് കാര്യമൊന്നുമില്ല. പിന്നെന്താണ്? ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തോളം കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല. ഇവിടെ എന്താണ്? ഇവരുടെ അതായത് അവൻ കടലിൻ്റെ മീതെ അവനെന്ത് മെഷർമെൻ്റ് എടുക്കുകയും അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ്. അപ്പം അവരെന്ത് അറ്റകൈ എടുക്കും? അവൻ അറ്റകൈ എടുക്കുകയാണ്. കടലിന് മീതെ നടന്നു വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന്. അതാ നിർബന്ധം. എന്താ? അവൻ കടലിന് മീതെ നടന്നു വന്നെങ്കിലും അവനെന്താ ചെയ്യണത്? നേരെ വന്ന് വള്ളത്തേക്കറിയിലേക്കാണത്. അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും. എന്തിനാണ്? അത് പറ്റിപ്പല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും വിചാരിച്ച് അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. അപ്പൊ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല്, ഇവർക്ക് അവര് വഞ്ചി തുഴഞ്ഞ് തളരുകയാണ്. അതിനിടയ്ക്ക് എന്താണ്? കടലിൽ മീതെ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ്. അപ്പൊ ഇരട്ടി പ്രശ്നമായി. അതൊരു അവർക്ക് ഒരു റെസ്പോൺസ്, ഒരു വികാര വിക്ഷോഭമായ റെസ്പോൺസ് ഉണ്ടായി. എന്താണ്? അവർ നിലവിളിച്ചു വന്ന്. അപ്പം ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഭാഗത്തു നിന്ന് വിശ്വാസപരമായ റെസ്പോൺസാണ് വിഷയം. അവർ നിലവിളിച്ചു. എന്തിനാണെന്നറിയാവോ? അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു പെഡഗോജി ഉണ്ട്. എന്താണ്? ഒരു ടീച്ചിങ് മെത്തേഡുണ്ട്. എന്താ പറയണത്? അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു. അതാ വിഷയം. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്? കാറ്റ് ശമിക്കണം. കർത്താവ് അതായത് കാറ്റ് ശമിപ്പിക്കുക അല്ല പ്രശ്നം. അവന് വഞ്ചി കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശമിക്കണത്. അല്ല കാറ്റ് ശമിപ്പിക്കണമെന്ന് പറഞ്ഞാൽ കിടന്ന് കാര്യമായിട്ട് കാര്യമില്ല. കടം മാറണേ, രോഗം മാറുമെന്ന് കിടന്ന് കാര്യമായിട്ട് കാര്യമില്ല. അവന് വഞ്ചി കയറ്റണതാണ് അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ കാറ്റാണേ മുങ്ങുകയോ എന്ന് പറഞ്ഞ് കാറുകയോ രോഗമാണേ കടവാണെന്ന് പറഞ്ഞ് പിടക്കുകയൊരു കാര്യമില്ല. ജീവിതത്തിൽ യേശുവിനെ നിൻ്റെ കുടുംബത്തോടെ കയറ്റാൻ വേണ്ടി നോക്കുക. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന്
പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവുമായി സംയോജിപ്പിക്കുന്ന നമ്മളോട് കൂടെ ഏകാത്മാവായി തീരുമ്പോഴേ 1 കൊറിന്ത്യൻസിൻ്റെ 2:16 ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? ഞങ്ങളാട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഈ വിഷയത്തിന് കർത്താവിൻ്റെ മനസ്സറിയാൻ പറയും. അതായത് അത് ആണ് 1 കൊറിന്ത്യൻസ് 2:16 വരണത്. മറ്റത് 7:13 വരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏകാത്മാവായി തീരുന്നു. പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് കിട്ടും. ദൈവത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് വെച്ചാൽ ദൈവത്തിൽ എന്താണ് ഈ വിഷയത്തിൽ ദൈവത്തിനെക്കുറിച്ച് ദൈവത്തെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയണതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് ദൈവം അത് ഓൺ ചെയ്യും. നമ്മൾ പറയണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പറയണത്, പക്ഷെ കേൾക്കുന്നവന് അഭിഷേകം കൊടുക്കും. പറയണതല്ല വിഷയം, കേൾക്കുന്നവരുടെ അഭിഷേകമാണ്. കേൾക്കുന്നവരുടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കർത്താവ് പറയും. 13 മത്തായി ശ്രീഹാട് സുവിശേഷം 13:9 കേൾക്കാൻ ചെവി എന്ന് പറയണത് അതിനൊരു ശ്രവണാഭിഷേകം എന്ന് പറയും. നിങ്ങൾ വരുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പ്രെയർ ചെയ്തുകൊണ്ട് വരണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറയണതല്ല പ്രശ്നം, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ് സംഭവം. ഒറ്റ സിറ്റിങ് മതി, പല പല സിറ്റിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല. മനുഷ്യന്മാരുടെ ശാസ്ത്രത്തിന് പല പല സിറ്റിങ് ആവശ്യമുണ്ടാകും, ഇതിനൊറ്റ സിറ്റിങ് മതി. എൻ്റെ അപ്ഡേഷനാണ്, ഏറ്റവും കറണ്ട് നോളജാണ് പാസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു മകളെ ഒരു നിമിഷം, ഇതൊരു കൂദാശയായിട്ട് കുറഞ്ഞ പക്ഷം നീ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ ഒന്ന് അംഗീകരിക്കുന്നുണ്ട്, ദാറ്റ്സ് ഓക്കെ. അപ്പം പകുതി പ്രശ്നം തീർന്നു. അവിടെ വെച്ച് പകുതി പ്രശ്നം തീർന്നില്ല. അപ്പം പിന്നെ അടുത്ത ചോദ്യം എന്താണ്? കൂദാശ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ്. ഇപ്പോൾ കാണപ്പെടുന്ന അടയാളത്തിലൂടെ എന്താ കിട്ടിയിരിക്കുന്നത്? കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വരപ്രസാദമാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ഒരു വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേസ് ഉണ്ട്, തനത് കൃപ. ഈ തനത് കൃപ പലപ്പോഴും എന്നെ പ്രശ്നം എന്താ അറിയാവോ? ഇത് ചിലരിലൊക്കെ ഇത് സബ്സിഡി ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അത് നമുക്ക് കാണുമ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമുക്കൊരു പ്രോജക്റ്റ് ബാങ്കിൽ നിന്ന് നമ്മൾ ഗവൺമെൻറ് ലോൺ എടുക്കുന്ന, അപ്പോൾ 8 ലക്ഷം രൂപ അത് 12 ലക്ഷം രൂപയാണ് നമുക്ക് ലോൺ തരണത്. 4 ലക്ഷം സബ്സിഡിയാണെന്ന് പറയും, ഇല്ലേ? അപ്പോൾ 4 ലക്ഷം സബ്സിഡിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആ സബ്സിഡി എടുത്ത് കയ്യിൽ തരുക? ഇല്ല. നിങ്ങൾ 8 ലക്ഷം മുടക്കുക, അത് കഴിഞ്ഞ് 4 ലക്ഷം ഇവിടുന്ന് സബ്സിഡി തരുമെന്ന് പറയും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ഗ്രേസ് കിട്ടുന്നത്. ക്രിസ്തു അങ്ങനെ പറഞ്ഞത് എന്താണ്? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. 17:4 യോഹന്നാന്റെ സുവിശേഷം 17:4. അപ്പോൾ ദൈവ പൈതലെ നീ ഭാര്യ ആയിരിക്കാം, നീ ഭർത്താവായിരിക്കാം, പക്ഷേ നിൻ്റെ സബ്സിഡി ഇന്നുവരെ കിട്ടിയിട്ടില്ല. എപ്പോഴാണ് കിട്ടണം ഇത്? കാര്യം നീ കുഞ്ഞുനാളെ തൊട്ട് പറഞ്ഞാൽ എന്താണ്? കർത്താവ് മദ്യപാനി അല്ലാത്ത ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് തരണമെന്ന് 4ാം ക്ലാസ് തൊട്ട് പ്രാർത്ഥിക്കണതാണ്. പക്ഷെ കിട്ടിയത് ചക്കമാടനാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സിഡി ഇപ്പം കിട്ടിയിട്ടില്ല. പുള്ളിക്കാരൻ്റെ സംശയമൊക്കെ ഉണ്ട്. നീ ഉടമ്പടി എടുത്തതാണ്, ആകെ ഒരു മാറ്റമില്ല. അപ്പോൾ ഞാൻ നിന്നോട് പറയും അത് പുതുക്കാൻ പറയും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ എന്നിട്ട് നിന്നോട് ഞാൻ പറയും
നീ അത് പോയി പ്രസാദവനം വരട്ടെ, നീ ആ രോഗികളെ പോയി കാണും. ഞാൻ തന്നെ രോഗിയാണ്, ഞാൻ തന്നെ വീട്ടിൽ രോഗിനെ പോയി ജീവിക്കുമ്പോൾ ഇനി ഏത് രോഗിനെ പോയി കാണാനാണ്? ഞാൻ പോയി പോമകളെ പോയി കാണ്, കർത്താവിനെ വിളിച്ച് പോയി കാണ്. എന്തിനാണ്? ഇവളുടെ പ്രസാദവര ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യണ പാടാണ് ഇത്. കാര്യം അത് നമുക്ക് ഇതിൻ്റെ തൊള്ളാണല്ല. ഈ പ്രസാദം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം, ദൈവം ചെയ്യണ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് കാര്യം നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയമുണ്ട്. ഞാനീ ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാവുമെന്ന് പറയത്തില്ലേ? അപ്പോൾ മനസ്സിലാക്കലിന് 2 വിഷയമുണ്ട്. 10 ദിവസത്തിൻ്റെ കാല് കഴുകത്തില്ലേ കർത്താവ്? അപ്പോൾ 13:7 എന്താ പറയണത്? എൻ്റെ കാല് കഴുകണ്ടെന്നല്ലേ അയാൾ പറയണത്. അപ്പോൾ കർത്താവ് എന്താ പറയണത്? ഞാനീ ചെയ്തത് എന്താണെന്ന് ഇപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. അപ്പം പിന്നീട് മനസ്സിലാക്കാൻ പോണ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നതാണ് ഈ പ്രസാദവരം എന്ന് പറയണത്. കുറച്ച് മനസ്സിലായ? ഈ ഭർത്താക്കന്മാർ കാണിക്കുന്ന, ഭാര്യമാർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കിപ്പം മനസ്സിലാവത്തില്ല. പക്ഷേ അത് പിന്നീടാണ് അത് അതിൻ്റെ കൃപ മനസ്സിലാകണത്. ആ പിന്നീട് മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കി തരുന്നതിനൊരു അഭിഷേകമുണ്ട്. മനസ്സിലായില്ലേ? അത് ആണ് ഈ ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്, പ്രസാദവരം വർദ്ധിപ്പിക്കുക ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ മോളെ, നീ ഈ പ്രോജക്റ്റ് എടുക്ക്. ഏതായാലും ഇത്രയും വരെ എടുത്തല്ല, ഇനി കുറച്ചുകൂടി എടുക്കണം. ഇതിൻ്റെ സബ്സിഡി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓൺലൈനിൽ തന്നെ നമുക്ക് ഇപ്പം തന്നെ നമുക്ക് കിട്ടും. അത് ചിലപ്പോൾ കിട്ടണതിൻ്റെ മക്കളുടെ വളർച്ച കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഏതെങ്കിലും അക്കൗണ്ടിലേക്കാണ് വരണത്. ഇന്ന അക്കൗണ്ടിൽ തന്നെ വരണം നിർബന്ധമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നിൻ്റെ കണ്ണീരിൻ്റെ ബലം. ഇപ്പം മോനിക്കയുടെ കണ്ണീരിൻ്റെ സബ്സിഡി കിട്ടിയ ആർക്കാണ്? അഗസ്റ്റിനല്ലേ കിട്ടിയത്? അയാൾ മെത്രാനായില്ലേ? ദൈവം ഏത് അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇന്ന അക്കൗണ്ടിൽ തന്നെ തരണമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആത്മീയതയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പം മോനിക്ക നിക്ഷേപിച്ചു, അവൾക്ക് കിട്ടിയ സബ്സിഡി, കണ്ണീരിട്ട സബ്സിഡി അവൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. മോനിക്കയുടെ വിശുദ്ധ മോനിക്കയുടെ ഭർത്താവ് തോന്നിയവാസിയായ ജീവിതം ജീവിച്ച ആളാണ്. പിന്നെ മകനും അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പക്ഷേ എങ്കിലും ഇവളിതിൻ്റെ നിന്ന് മാറാതെ ഇതിൻ്റെ ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സബ്സിഡി വരും. സബ്സിഡി വരുന്നത് പറഞ്ഞത് 1.5 സബ്സിഡിയാണ്. എന്താ വന്നത്? ഇയാൾ അവസാനം മെത്രാനാകും, പിന്നീട് ആരാകും? സഭാപാരംഗതനാകും, പിന്നീട് ആരാകും? വിശുദ്ധനാകും. അപ്പം ചില സബ്സിഡി ഇപ്പം നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തില്ല. ഇതൊരു ഒരു പ്രത്യാശയുടെ ജീവിതമാണ്. വാഗ്ദാനങ്ങൾ എപ്പോഴും കാത്തിരുന്ന് പ്രാപിക്കേണ്ടതാണ്. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തന്നെ ചില പ്രാർത്ഥനയുടെ ഉത്തരം ഇപ്പം കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കിട്ടത്തില്ലെന്നല്ല. ആത്മീയത എന്ന് പറയുന്നത് 1 തിമോത്തി 4:8 അത് ഈ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്നു. അപ്പോൾ ദൈവവചനത്തിലെ ഈ മകളെ നിനക്കിപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത ചിലപ്പോൾ സ്നേഹം കിട്ടുന്നില്ലായിരിക്കും. അയാളെക്കാൾ ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ നിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റു പുരുഷന്മാർ. കറക്റ്റാണത്. അയാളെക്കാൾ ബെറ്ററാണല്ലോ. അതല്ലേ ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭർത്താവിനേക്കാൾ കരുതലുള്ളവരും സ്നേഹമുള്ളവരുമാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്ന മറ്റു സാർമാരും. അവർ നമ്മുടെ ഭർത്താവല്ല, പക്ഷെ നമ്മുടെ ഭർത്താവിന് കിട്ടാത്ത സ്നേഹം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മുടെ കുരിശ്. അതാണ് നമ്മുടെ പ്രശ്നം. ഈ പ്രശ്നത്തെ എങ്ങനെ പ്രസാദപരമാക്കാൻ പറ്റും? ഇത് നിനക്ക് വേണമെങ്കിൽ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കാം, എന്നിട്ട് നിനക്ക് താൽക്കാലികമായ സ്നേഹം തരുന്ന ആൾക്കാരോട് വിശ്വസ്തത കാണിക്കാം. അപ്പോൾ എന്നാ പറ്റണത്? അപ്പോൾ 1 കൊറിന്ത്യൻസ് 15:19 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. പറഞ്ഞേ, വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ നിങ്ങളെ എല്ലാ മനുഷ്യരെക്കാളും ഹതഭാഗ്യരാണ്. അപ്പൊ ആദ്യം ഹതഭാഗ്യം ഉണ്ടാകാം, അവസാനം ഹതഭാഗ്യം ഉണ്ടാകാം. നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏതാണ് വേണ്ടതെന്ന്. മനസ്സിലായില്ലേ? 1 കൊറിന്ത്യൻസ് 15:19 ആ വചനം പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും ഹതഭാഗ്യരാണ്. അപ്പൊ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വരാനിരിക്കുന്ന ജീവിതത്തിൽ. അതായത് 1 തിമോത്തി 4:8 ആത്മീയത എന്ന് പറയണത്
അത് വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. എന്തിൻ്റെ വാഗ്ദാനമാണ്? ഈ ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട്. പിന്നെന്താണ്? വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വാഗ്ദാനമുണ്ട്. നിന്റെ ഭർത്താവ് നീ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടണില്ല. ഏത് അപ്പന്മാർക്കാണ്, ഏത് മക്കൾക്കാണ് പൂർണ്ണമായിട്ട് അപ്പന്മാരുടെ സ്നേഹവും അതുപോലെ തന്നെ അമ്മമാരുടെ സ്നേഹവും കിട്ടിയിരിക്കുന്നത്? നമ്മളൊരു തടിതിരിഞ്ഞ് വരുമ്പോൾ, ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോൾ തന്നെ അപ്പം മരിച്ചുപോയി. അപ്പോൾ നല്ല ബുദ്ധിമാനായ മനുഷ്യനും പാവപ്പെട്ടവനായിരുന്നു. കഷ്ടപ്പാട് കൊണ്ട് ജോലി ചെയ്ത് അവസാനം വരെ ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ നമുക്ക് തിരിച്ച് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. ഈ ജീവിതത്തിൽ പൂർണ്ണതയുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അപ്പനെ ഓർത്ത് എപ്പോഴും കുർബാന ചെയ്യുമ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കും, അപ്പന് ഏതായിരുന്നു നല്ലത്? അന്ന് ഞാൻ സ്നേഹം കൊടുത്തിരുന്നതാണോ നല്ലത്, അതാ ഇപ്പം അപ്പനെ ആത്മാവിൽ ഓർക്കുന്നതാണോ നല്ലത്? ഭാഗധേയം, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പന് ഏതാണ് നല്ലത്? 15 വയസ്സിൽ എനിക്ക് കാര്യങ്ങൾ അറിയാൻ പറഞ്ഞ കാലത്ത് ഞാൻ അപ്പനെ സ്നേഹിച്ചിരുന്നായിരുന്നു അപ്പന് നല്ലത്, അതോ അന്ന് എനിക്ക് അപ്പം മരിച്ചതിന് ശേഷം ഇന്ന് ഞാൻ അപ്പനെ ഓർത്ത് അപ്പന് വേണ്ടി പ്രാർത്ഥിച്ച്? കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാൻ അമ്മയെ നേരെ കണ്ട ആളാണ്. 2 പ്രാവശ്യം ഇവിടെ വെച്ച്, ഈജിപ്തിൽ വെച്ചും. ഇത് അമ്മ എൻ്റെ വായിൽ കൈയിട്ടതാണ്. ഞാൻ അമ്മയുടെ കാലെ പിടിച്ചതാണ് ശരിക്കും. അതിനുശേഷം ഈ പ്രസംഗമൊക്കെ നല്ലതാകാൻ തുടങ്ങിയത്. അത് 2010 സംഭവിച്ചൊരു വിഷയമാണ്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ നേരിട്ട് കണ്ട് എന്താണ് പുനരുദ്ധാനം, മരിച്ചു കഴിഞ്ഞുള്ളവരുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കണത്. ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സാലറിയുടെ കൂട്ടത്തിൽ ഇൻസെൻറ്റീവ് ആഡ് ചെയ്തുകൊണ്ട് സാലറി സ്റ്റേറ്റ്മെൻറ്റ് മേടിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വേണ്ടിയിട്ട് അവരങ്ങനെയൊന്നും ചെയ്തു തരത്തില്ല. 10-16 വർഷമായി മാട്രിമോണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് വരെ ഞാൻ 4-4.5 വർഷമായിട്ട് ജോലി ചെയ്യുന്നു. എല്ലാ പ്രാവശ്യവും സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ സാലറി മാത്രമേ കാണിക്കാറുള്ളൂ. 10 വർഷവും 12 വർഷവുമായിട്ട് ജോലി ചെയ്യുന്ന അവർക്കൊന്നും ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. എനിക്ക് മാത്രമായിട്ട് ചെയ്തു തരില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ചെയ്തു തരുവാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ, ഞാൻ ബാങ്കിൽ ചോദിച്ചത് 10 ലക്ഷം രൂപയാണ്, 10 ലക്ഷം രൂപ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാനിപ്പോൾ SBIയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു, കുറേ പേപ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ ആദ്യം പേപ്പർ റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ പേപ്പറുകളെല്ലാം റെഡിയാക്കാനായിട്ടും വില്ലേജിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എൻ്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും ഏകദേശം ഇത്ര രൂപ 20,000 രൂപ അടുത്ത് കയറുന്നുണ്ട്. പക്ഷേ ഇത് പോരാ, അവർക്ക് സാലറി സ്റ്റേറ്റ്മെൻറ്റിലാണ് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരിത് വേണ്ടത്. അതിന് അമ്മ എന്തെങ്കിലും ചെയ്തു തരണം. വേറെ ഞാൻ ഇപ്പോൾ എംപ്ലോയറുടെ സംസാരിച്ചാലോ ആരോട് സംസാരിച്ചാലും ആരും എനിക്കിത് ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. ഞാൻ ബാക്കി പേപ്പറുകളെല്ലാം റെഡിയാക്കി. ഞാനിങ്ങനെ മനസ്സിൽ എൻ്റെ അമ്മയോട് പറഞ്ഞുള്ളൂ. ഞാൻ സങ്കടപ്പെട്ട് ഒത്തിരി വിഷമിച്ചു. കാരണം ഇവിടെ മാത്രം എൻ്റെ ലാസ്റ്റ് പ്രതീക്ഷ എന്നോണം ഇത് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്തു തന്നു കഴിഞ്ഞാൽ എനിക്ക് 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബാങ്കുകാരും അത് സമ്മതിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ആ മാസം എനിക്ക് സാലറി വന്നു. 2-ാം തീയതി 3-ാം തീയതിയോട് നമുക്ക് സാലറി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, അതിൽ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്കിലും നിങ്ങൾക്ക് ഇത്രയും രൂപ അക്കൗണ്ടിൽ കയറുന്നതായിട്ട് സാലറി സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നും പറഞ്ഞിരുന്നു. ഞാനപ്പോൾ പിറ്റേ മാസം എനിക്ക് സാലറി എല്ലാ മാസം 30-ാം തീയതി 31-ാം തീയതി ലാസ്റ്റ് ഡേറ്റിൽ എനിക്ക് കയറും. 1-ാം തീയതി അല്ലെ 2-ാം തീയതി 3-ാം തീയതിയോടുകൂടി നമുക്ക് സാലറി സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ സൈറ്റിൽ കയറി എടുക്കാം. അപ്പോൾ ഞാൻ കയറി സാലറി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് കയറിയപ്പോൾ എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു സാലറി സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. 10-12 വർഷമായിട്ട് മാട്രിമോണിയുടെ ഹിസ്റ്ററിയിൽ നടക്കാത്ത ഒരു കാര്യമായിരുന്നു അത്. ഇൻസെൻറ്റീവും സാലറിയും കൂടെ ഒന്നിച്ച് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസാണ് എനിക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓഫീസിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കെ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നീ പെട്ടെന്ന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു വെച്ചോ, ഇനി അവർക്ക് തെറ്റിപ്പോയതാണെങ്കിൽ പിന്നീട് നിനക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലോ. ഞാൻ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുത്തു വെച്ചു. അപ്പോൾ എനിക്ക് 1 മാസത്തെ പോരല്ലോ, 2 മാസത്തെ കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ഇവരുടെ കൂട്ടുകാരുടെ അടുക്കലൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർ കയറി നോക്കിയിട്ട് പറഞ്ഞു അവർക്കും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞു ഇത് ഭയങ്കര അതിശയമാണല്ലോ, ഞങ്ങളൊക്കെ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് ഇങ്ങോട്ട് പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അവർക്ക് തെറ്റിപ്പോയതായിരിക്കാം, എന്തായാലും ഇനി നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷമുള്ള എല്ലാ മാസവും സാലറിയോട് കൂടി ഇൻസെൻറ്റീവും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പേപ്പറുകൾ നോക്കിയിട്ട് പറഞ്ഞു, അവർ പറഞ്ഞു 10 ലക്ഷം രൂപ ലോൺ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം 2021 മാർച്ച് 19 ബാങ്കിൽ കൊണ്ട് പേപ്പറുകൾ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ് കൊണ്ട് കൊടുത്തത്. കറക്റ്റ് ഒരു മാസമായപ്പോൾ എൻ്റെ ഒപ്പം ഒരു ചേച്ചി ലോണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 7 സെൻറ്റ് സ്ഥലം 9 സെൻറ്റ് സ്ഥലം ഉണ്ടായിട്ട് ആ ചേച്ചിക്ക് 7 ലക്ഷം രൂപ അവർ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് 5 സെൻറ്റ് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് 10 ലക്ഷം രൂപ ബാങ്ക് ലോൺ അനുവദിച്ചു. മെയ് 26 ഞങ്ങൾ വീടിന് തറക്കല്ലിട്ടു. ഒരു വീട് പണിയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു വീട്ടിൽ എത്രത്തോളം ആളുകളുണ്ടോ അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നെങ്കിൽ മാത്രമേ ഒരു വീടിൻ്റെ, ഇത് എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ പോകണമെങ്കിലും പണിക്കാരെടുക്കൽ പോകണമെങ്കിലും എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരാൾ മാത്രമേ. പക്ഷേ എൻ്റെ മുമ്പിൽ എനിക്ക് മുമ്പായിട്ട് അമ്മ നടന്നു. അമ്മ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കറക്റ്റ് 5.5 മാസം കൊണ്ട് കഴിഞ്ഞ മാസം 12 ഞങ്ങൾ അതിമനോഹരമായിട്ട് അവിടെ വന്ന് കണ്ടവരെല്ലാം പറഞ്ഞു എത്ര നല്ല ഇതായിട്ടാണ് എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞ മാസം 12